ഒരു സത്യാന്വേഷണ പ്രണയകഥ. രചന മുഹസിന അൻസീർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി ഊഞ്ഞേരി. ഹയർ സെക്കൻഡറി സ്കൂൾ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ടീച്ചറെ കല്യാണം കേട്ടു. ഞങ്ങൾ വിളിക്കില്ലേ ടീച്ചർ? പിന്നെ വിളിക്കാതെ തീർച്ചയായിട്ടും എല്ലാവരെയും വിളിക്കും. ടീച്ചറുടെ ലവ് മാരേജ് ആണോ? ടീച്ചർ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ലവ് സ്റ്റോറി ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ ടീച്ചർ? എടാ ചെറുക്ക, ഞാൻ നിന്റെയൊക്കെ ടീച്ചറടാ, ഇത്രയും ബഹുമാനമൊക്കെ തന്നൂടെ? ടീച്ചർ ആ ബാക്ക് ബെഞ്ചിന്റെ അടുത്തേക്ക് നീങ്ങി ശേഷം ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. അങ്ങ് മലബാറിലെ ഓടിട്ട ഒരു പഴയ തറവാട് വീട്. ചുറ്റും നിലാവിന്റെ അരണ്ട വെളിച്ചം മാത്രം. ദേഹത്ത് മുഴുവൻ വെളിച്ചെണ്ണ ഉരുട്ടി മുഖത്ത് കരുവാരി തേച്ച ഒരാൾ രൂപം ആ തറവാട് വീട് ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. അയാൾ ചുറ്റും നോക്കിയ ശേഷം ശബ്ദമില്ലാതെ ജനൽ കമ്പികൾ നീക്കം ചെയ്തു. പതിയെ ആ മുറിയിലേക്ക് നോക്കി. ഒരു പ്രായമായ സ്ത്രീ കട്ടിലും രണ്ട് കൗമാരക്കാരിയായ പെൺകുട്ടികൾ തറയിൽ പാവിരിച്ചും കിടക്കുന്നുണ്ട്. അയാൾ ആ പ്രായമായ സ്ത്രീയെ ശ്രദ്ധിച്ചു. അവരുടെ കാതിൽ കിടക്കുന്ന തിളങ്ങുന്ന സ്വർണ്ണക്കമ്മൽ അയാളുടെ കണ്ണിലുടക്കി. അയാൾ ജനാലക്കുള്ളിലൂടെ പണിപ്പെട്ടത് കൈക്കലാക്കാൻ ശ്രമിച്ചു. ആ സമയത്താണ് തറയിൽ ഉറങ്ങിയിരുന്ന പെൺകുട്ടികളെ ഒരു പെൺകുട്ടി ഉണർന്ന്. അവൾക്ക് വല്ലാത്ത ദാഹം തോന്നി എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത്. അവൾ ഉറക്കി അലറി. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അടുത്ത് കിടക്കുന്ന അവൾ ഉണർത്തി അവൾ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. നേരിയ നിലാവിന്റെ വെളിച്ചത്തിൽ ജനലിലൂടെ കമ്മൽ കൈക്കലാക്കാൻ ശ്രമിക്കുന്ന കള്ളന്റെ രൂപം കണ്ടപ്പോൾ അവൾ അലറി. ആ ശബ്ദം കേട്ട് കള്ളൻ ചെറുതായൊന്ന് ഞെട്ടി. അവൾ കയ്യെത്തി പിടിച്ച് ലൈറ്റ് കൂടി ഇട്ടതോടെ കള്ളൻ ഓടി രക്ഷപ്പെട്ടു. അവളുടെ അലർച്ചയായിട്ട് മുത്തശ്ശി ഉണർന്നു. ഭഗവതിയേ, എന്താ കുട്ടികളെ ഉണ്ടായേ? എന്തിനാ നിലവിളിച്ച് ഇങ്ങനെ വാ പൊളിച്ച് അലറാണ്ട് ഉണ്ടായത്? എന്താന്ന് പറ മക്കളെ. ഈ കുരിപ്പോൾ എന്റെ BP കൂട്ടി അങ്ങേറ്റ് അടുത്തെത്തിക്കുന്ന തോന്നണേ. അപ്പോഴേക്ക് ആ ശബ്ദം കേട്ട് ആ തറവാട് വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് ഓടി വന്നു. മക്കളെ വാതിലോർക്ക്. അമ്മേ, എന്താണ് ശബ്ദം കേട്ട്? മോളെ നന്ദു, മോളെ രച്ചു, വാതിലോർക്ക്. നന്ദന വാതിൽ തുറന്നു. എന്തുണ്ടായിരുന്നു മക്കളെ? മുത്തശ്ശിയുടെ? ഞാൻ ഇവിടെ തന്നെയുണ്ട്, ചത്തിയിട്ടൊന്നുമില്ല. നന്ദു രച്ചു ഉണ്ടായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ചന്ദ്രോ തറവാടിലെ മുത്തശ്ശിയാണ് നാണിയമ്മ. അവരുടെ ഭർത്താവ് നാരായണൻ മരണപ്പെട്ടിരുന്നു. നാണിയമ്മയുടെ മക്കളിൽ മൂത്തവനാണ് അരവിന്ദൻ, ഭാര്യ സരസ്വതി. അവരുടെ മക്കൾ അശ്വന്ത് എന്ന അപ്പുവും നന്ദന എന്ന നന്ദുവും. അരവിന്ദൻ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്ററാണ്. ആ വീട്ടിലെയും ഹെഡ് മാസ്റ്ററാണ് അരവിന്ദൻ. നന്ദന +2-ലും അശ്വതി ഡിഗ്രി സെക്കൻഡ് ഇയറുമാണ്. അരവിന്ദൻ ധൈര്യശാലിയും ബുദ്ധിമാനുമാണെങ്കിൽ അതിന്റെ നേർവിപരീത സ്വഭാവമാണ് അശ്വന്തിന്. ചെക്കനൊരു പേടിത്തൊണ്ടനും അതിലുപരി കൗശലക്കാരനുമാണ്. പക്ഷെ ആ സത്യം ആരും അറിയാതിരിക്കാൻ അവൻ പല അഭിനയവും കാഴ്ചവെക്കും. അതുകൊണ്ട് തന്നെ അവന്റെ പേടി ആർക്കും അറിയില്ല. നാണിയമ്മയുടെ രണ്ടാമത്തെ മകനാണ് ചന്ദ്രൻ, ഭാര്യ ലത, മകൾ രചന എന്ന രസ്യവും. രചന +1-ലാണ് പഠിക്കുന്നത്. നാണിയമ്മയുടെ ബാക്കിയുള്ള 3 മക്കൾ സ്വന്തം വീടെടുത്ത് മാറി താമസിക്കുന്നു. കള്ളനോ? അശ്വന്തിന്റെ ഉണ്ടക്കണ്ണുകൾ പുറത്തേക്ക് തള്ളി. സെക്കൻഡ് കണ്ണുകൾ അമർത്തി തുറന്ന് പുറമേ ധൈര്യം വരുത്തിക്കൊണ്ട് നന്ദുവിനെ നോക്കി. ഏത് കള്ളനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഏട്ടനെ വിളിച്ചുകൂടായിരുന്നോ? എന്റെ പൊന്നു അപ്പുവേട്ട, എനിക്ക് പേടിച്ചിട്ട് ശബ്ദം തന്നെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയോ പണിപ്പെട്ട രച്ചുവിനൊന്ന് വിളിച്ചുണർത്തി. അവിടെ അലർച്ച കേട്ടുകൊണ്ട് ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു കള്ളം പേടിച്ചോടിയത്. മക്കള് പേടിക്കണ്ട, ഇന്ന് എല്ലാവർക്കും ഒരുമിച്ച് കിടക്കാം, ലത പറഞ്ഞു. അരവിന്ദേട്ടാ, ചന്ദ്രേട്ടാ, നിങ്ങളിതിപ്പോ എങ്ങോട്ട് പോവാ? ഈ ചന്ദ്രോത്തറവാടിൽ കയറാൻ മാത്രം ധൈര്യമുള്ള കള്ളനെ ഞങ്ങളൊന്ന് തപ്പട്ടെ. സരസ്വതിക്ക് മറുപടിയെടുത്ത് പോവാനൊരുങ്ങിയ അരവിന്ദനെയും ചന്ദ്രനെയും അപ്പു പുറകിൽ നിന്ന് വിളിച്ചു. അച്ഛാ, ചെറിയച്ചാ, നിങ്ങൾ ഒറ്റയ്ക്ക് വേണ്ട, ഞാനും വരാം. അതെങ്ങനെയാണോ വേണ്ട, നമ്മൾ രണ്ടുപേരില്ലേ, പിന്നെ എങ്ങനെ ഒറ്റക്കാവുന്നത്? അങ്ങനെയല്ല അച്ഛാ, നിങ്ങൾക്കൊരു ധൈര്യത്തിന് ഞാനും വന്നോട്ടെ. എന്നാ നീ കൂടി വന്നോ? ഇതെന്തുമായ? അച്ഛൻ സമ്മതിക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതുകൊണ്ടാണ് ധൈര്യത്തിൽ അവരുടെ കൂടെ പോകുന്നൊക്കെ പറഞ്ഞ്. ഈ ഇരുട്ടത്ത് കള്ളന് തപ്പി ഞാൻ എങ്ങനെ പോവും? എന്റെ ഭഗവാനെ, ഓർക്കുമ്പോ തന്നെ കൈയെങ്ങാനും വിറച്ചിട്ട് വയ്യ. അശ്വന്ത് മനസ്സിൽ പറഞ്ഞു. അത് പിന്നെ അച്ഛാ, ഞാൻ കൂടി വന്നാൽ ഇവർക്ക് ഇവിടെ ധൈര്യത്തിന് വേറെ ആരുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ, ഞാനിവിടെ നിന്നോളാം. അത് ശരി അരവിന്ദ, അവനോട് നിൽക്കട്ടെ, നമുക്ക് പോവാം. അപ്പു, നീ എല്ലാവരെയും കൂടി മുറിയിലേക്ക് പോ, ഞങ്ങൾ പുറത്തുനിന്ന് വാതിലടച്ചോളാം. ശരി ചെറിയ. അരവിന്ദനും ചന്ദ്രനും മുറ്റത്തേക്ക് ഇറങ്ങി. ടോർച്ചിന്റെ വെളിച്ചത്തിൽ നടന്നു നീങ്ങി. ഇതാരി രാജസേനോ? ഈ പാതിരാത്രി താനെന്താ? അത് പിന്നെ പക്ഷേ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്ന വഴിക്ക് വണ്ടിയിലെ പെട്രോൾ തീർന്നു. പിന്നെ വണ്ടി അവിടെ തന്നെ വെച്ച് നടന്നു വരുന്ന വഴിയാ. നിങ്ങൾ രണ്ടാളും ഈ സമയത്ത് എങ്ങോട്ടാ? വീട്ടിലൊരു കള്ളം കയറി, അവനെ തപ്പി ഇറങ്ങിയതാ. അതെയോ? മോഷണം വല്ലതും പോയ മാഷേ? ഇല്ല. അപ്പോഴേക്കും കുട്ടികൾ ബാളം വെച്ചുകൊണ്ട് കള്ളൻ ഓടി. എന്നാ പിന്നെ ആ കള്ളനെ തപ്പാൻ നിങ്ങളുടെ കൂടെ ഞാനും കൂടാം. നമ്മുടെ നാട്ടിൽ അങ്ങനെ കള്ളനാരാണെന്ന് അറിയണല്ലോ. 3 പേരും നടന്നു നീങ്ങി. അതേസമയം അപ്പോൾ എല്ലാവരെയും കൂട്ടി മുറിയിലേക്ക് പോയി. മുത്തശ്ശിയും സരസ്വതിയും പിന്നെ ലതയും കട്ടിൽ കിടന്നു. നന്ദു രച്ചുവും തറയിൽ പാവിരിച്ച് കിടന്നു. മോനെ അപ്പു, നീ കിടക്കുന്നില്ലേ? ഇല്ല മുത്തശ്ശി, ഞാനിവിടെ ഇരുന്നോളാം. നിങ്ങൾക്ക് കാവലിനൊരാൾ വേണ്ടേ? നിങ്ങൾ പേടിക്കാൻ ഉറങ്ങിക്കോളൂ. അപ്പു മുറിയുടെ ഒരറ്റത്തുള്ള മേശയുടെ അരികിൽ ചെന്ന് അതിൻ്റെ അടുത്തുള്ള 2 ഇരുമ്പ് കസേരകൾ വലിച്ചു നീക്കി അതിലൊന്നിൽ അവൻ ഇരുന്നു.
കയ്യിലുണ്ടായിരുന്ന ടോർച്ച് രണ്ടാമത്തെ കസേരയിൽ വെച്ചു. കുറച്ചു സമയത്തിന് ശേഷം എപ്പോഴും അവൻ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഉറക്കച്ചടവോടെ അവൻ കണ്ണുകൾ തുറന്നപ്പോൾ നേരിയ വെളിച്ചതിൽ കറുത്തൊരാൾ രൂപം മുന്നിൽ കത്തിയുമായി അവന്റെ തൊട്ടടുത്ത് നിൽക്കുന്നു. അവനയാൾ ആഞ്ഞു ചവിട്ടി. ചെക്കൻ ഉറക്കച്ചടവോടെ കണ്ണുറന്നപ്പോൾ ആ മങ്ങിയ വെളിച്ചത്തിൽ കള്ളനാണെന്ന് കരുതി ചവിട്ടിയത് തൊട്ടുമുന്നിലുള്ള ഇരുമ്പ് കസേരയിലായിരുന്നു. വേദന കൊണ്ട് അപ്പു അലറി വിളിച്ചു. ആ അലർച്ച ഒരു കൂട്ടലർച്ചയായി മാറി. അമ്മേ, എന്റെ കാല് പോയേ! അപ്പുവിന്റെ അലർച്ച കേട്ട് സരസ്വതി ലൈറ്റ് ഓൺ ചെയ്ത് അപ്പുവിന്റെ അടുത്തേക്ക് ഓടി. അപ്പു നടന്ന കാര്യം വേദന കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ഒരു കൂട്ടച്ചിരി ഉണർന്നു. മുത്തശ്ശിയും മോണയാട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രോത്ത് കള്ളം കയറിയെന്ന വാർത്ത നാട്ടിൽ കാട്ടുതീ പോലെ പടർന്നു. അതോടൊപ്പം നാട്ടുകാരുടെ വക കൂട്ടിച്ചേർക്കലും. രാമേട്ടാ, അറിഞ്ഞില്ലേ? ചന്ദ്രോത്ത് കള്ളം കയറി പോലും. കള്ളനെ പിടിക്കാൻ ചെന്ന അപ്പുവിന്റെ കാല് കള്ളൻ തല്ലിയൊടിച്ചെന്നാ കേട്ട്. ആ പീറ ചെറുക്കിനത് എന്തിന്റെ കേടാ ബഷീറേ? കള്ളനെയൊക്കെ പിടിക്കാൻ ആരെങ്കിലും ഒറ്റയ്ക്ക് പോകും? അവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അരവിന്ദ മാഷിന്റെ മകനല്ലേ, അവൻ അതിന്റെ ഒരു ധൈര്യം എന്തായാലും കാണുമല്ലോ. മണ്ടത്തരം കാണിച്ചിട്ടാണോ ധൈര്യം കാണിക്കേണ്ടത്? അത് ദാമേട്ടൻ പറഞ്ഞ് ശരി തന്നെയാ. ആ മണ്ടത്തരം കാരണം ചിലപ്പോൾ ചെക്കൻ പടായാനേ. ബഷീർ പറഞ്ഞതിനെ ശരിവെക്കുന്ന രീതിയിൽ എല്ലാവരും തലയാട്ടി. പരദൂഷണത്തിന്റെ ഹെഡായ ചായക്കടയിലെ സംഭാഷണത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടത്, സോറി കേട്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ അപ്പു കള്ളൻ എന്ന ഇരുമ്പ് കസേരയെ കാലുകൊണ്ട് പ്രതിരോധിച്ചതിന് പകരം തലകൊണ്ടാണ് പ്രതിരോധിച്ചെങ്കിൽ കഥ ഇപ്പൊ ക്ലൈമാക്സിൽ എത്തിയെന്ന്. കുടുംബക്കാർ കൊണ്ടുവന്ന ആപ്പിളും മുന്തിരിയും മക്കാൻ തട്ടിവിടുകയാണ് അപ്പു. നന്ദൂരച്ചു അത് നോക്കി കൈ നീട്ടി. ചെക്കനില്ലെന്ന് തലയാട്ടി. എന്നാലും എന്റെ അപ്പുമോൻ ഏതോ ഒരു അലഭ്രാതി കള്ളന്റെ കയ്യിൽ നിന്ന് തല്ലിയെട്ടി കിടക്കേണ്ട ഗതി വന്നല്ലോ. പാവന്റെ കുട്ടി, നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ ഒത്തിരി വേദന സഹിച്ചു കാണും. നിഷ്കളങ്ക ഭാഗത്തിൽ അപ്പു തലയാട്ടി. ഇത് കണ്ട നന്ദൂരച്ചു അപ്പുവിന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അപ്പേട്ടാ, ഈ കഴിക്കുന്നതിൽ പകുതി ഞങ്ങൾക്ക് തന്നില്ലെങ്കിലേ ഞങ്ങൾ സുഭദ്രച്ചിറ്റയോടുണ്ടായ കാര്യങ്ങൾ അതുപോലെ പറഞ്ഞു കൊടുക്കും. അപ്പുവിന് കേൾക്കെ പതുക്കെ അവന്റെ ചെവിയിലായി നന്ദൂരച്ചും പറഞ്ഞു. സാഹചര്യം മുതലെടുക്കുകയാണല്ലേ എന്ന മട്ടിൽ അപ്പു അവരെ നോക്കി. ശേഷം അവർക്കും ഫ്രൂട്ട്സ് കൊടുത്തു. കുറച്ച് സമയത്തിന് ശേഷം ഒരു തട്ടമിട്ട മൊഞ്ചത്തിക്കുട്ടി ചന്ദ്രോ തറവാട്ടിലേക്ക് വന്നു. ആരിത്? മുത്തശ്ശിയുടെ സൈബുന്നീഷയോ? മുത്തശ്ശിയോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, സൈബുന്നീഷയല്ല സൈഫുന്നീസ. മുത്തശ്ശി, അപ്പുവേട്ടൻ എങ്ങനെയുണ്ട്? ചെക്കൻ്റെ കാലിന് നീരിപ്പോൾ കുറവുണ്ട് മോളെ. ഞാൻ അപ്പേട്ടൻ കണ്ടിട്ട് വരാം. അതും പറഞ്ഞ് സൈഫുന്നീസ അകത്തേക്ക് കയറി. അവളുടെ വെള്ളിപ്പാദസരത്തിന്റെ കിലുക്കം കാതിലും കുട്ടിക്കൂറാ പൗഡറിന്റെ സുഗന്ധം നാസികയിലും എത്തിയപ്പോൾ അപ്പുവിന്റെ ചുണ്ടിൽ അറിയാതെ പുഞ്ചിരി വിടർന്നു. സൈഫുന്നീസ ഡോറ് നോക്ക് ചെയ്ത് അകത്തേക്ക് കയറി. അപ്പുവിന്റെ അരികിൽ നന്ദുവും രച്ചുവുമുണ്ട്. ആരും മൈൻഡ് ചെയ്യാതെ അവൾ അപ്പുവിന്റെ അടുത്തേക്ക് പോയി. അപ്പേട്ടാ, ഇപ്പൊ വേദന കുറവുണ്ടോ? അപ്പു ഒന്ന് മൂളി. സൈബുവിന്റെ മുന്നിലായി രച്ചു കയറി നിന്നു. സൈബു, എന്നാലും നിന്നെ സമ്മതിക്കണം. വയ്യാതെ കിടക്കുന്ന കാമുകനെ കാണാൻ വരുമ്പോൾ ഒരു ടിന്ന് പൗഡറും വാരി തേച്ച് കട്ടിയിൽ കൺമേഷി എഴുതി ഒരുക്കി വന്നിരിക്കുന്നു. അതിന് നിനക്കെന്താ രച്ചു? എൻ്റെ ഉമ്മനോട് പറഞ്ഞിട്ടുണ്ട് മയ്യത്തായി കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന്. ഉമ്മ പറഞ്ഞനുസരിക്കുന്ന മകളെ കണ്ടാലും മതി. ഉമ്മ പറഞ്ഞിട്ടാണടി നീ നമ്മുടെ അപ്പേട്ടനെ പ്രേമിച്ച്. ഒന്ന് നിർത്ത്. നേർക്ക് നേരെ കണ്ട രണ്ടും തുടങ്ങും, കീരിയും പാമ്പ് പോലെ. രച്ചു, നിന്നോട് ആരാ പറഞ്ഞ് ഞാനും സൈബും പ്രണയത്തിലാണെന്ന്? നിങ്ങളെ രണ്ടുപേരെ പോലെ തന്നെയാ എനിക്ക് സൈബും. അപ്പു അങ്ങനെ പറഞ്ഞിട്ട് രച്ചു പിന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പുവിന്റെ ആ വാക്ക് കേട്ടപ്പോൾ സൈബുവിന്റെ മുഖമൊന്നും മങ്ങി. അത് പുറത്തു കാണിക്കാതെ സൈബു തന്റെ തട്ടം കൊണ്ട് മറച്ചു വെച്ച ഒരു പാത്രം അപ്പുവിന് നേരെ നീട്ടി. അപ്പേട്ടാ, ഇത് അപ്പുവിന് വേണ്ടി ഞാൻ അല്ല ഉമ്മ ഉണ്ടാക്കിയ ബീഫ് ബിരിയാണിയാ. ബിരിയാണി എന്ന് കേട്ടപ്പോൾ അപ്പുവിനെയും നന്ദുവിനെയും രച്ചുവിന്റെയും മനസ്സിൽ ലഡുപൊട്ടി. ഇതെന്റെ അപ്പേട്ടിന് മാത്രം ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞ് ഉണ്ടാക്കിയതാ. ആ പാത്രത്തിലേക്ക് ഉറ്റുനോക്കുന്ന നന്ദുവിനെയും രച്ചുവിനെയും നോക്കിയാണ് സൈബു അത് പറഞ്ഞത്. അപ്പു ആ പാത്രം പതിയെ തുറന്നു. ആ ദം ബിരിയാണിയുടെ നറുമണം ആ മുറിയിൽ നിറഞ്ഞു. നല്ല മൊരിഞ്ഞ ബ്രൗൺ കളറുള്ള ബീഫ് മസാലയും നല്ല റൈസും ബീട്രൂട്ട് അച്ചാറും. ഓർക്കാൻ തന്നെ എന്ത് സുഖം. ഇതാണ് മക്കളെ ലഹരി. ഏത് സാധനം അടിച്ചാൽ കിട്ടി ഇതുപോലൊരു സുഖം. അപ്പു നന്ദുവിനെയും രച്ചുവിനെയും നോക്കി. അവൻ അവരെയും കൈകാട്ടി വിളിച്ച് അവർക്കും ബിരിയാണി വായിൽ വെച്ച് കൊടുത്തു. അവർ നാലുപേരും കുറെ നേരം സംസാരിച്ചിരുന്നു. പിന്നെ സൈബുന്നീസ അവളുടെ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കല്യാണ വീട് തിളങ്ങുന്ന ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പുവും നന്ദുവും രച്ചു എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് കല്യാണ വീട്ടിലേക്ക് കയറി. ആൾക്കൂട്ടങ്ങൾക്കിടയിൽ വീടിന്റെ ടെറസിൽ നിന്നുകൊണ്ട് സൈബു മൂവരെയും നോക്കി കൈവീശി കാണിച്ചു. അപ്പുവും നന്ദുവും രച്ചു അവളെ നോക്കി കൈവീശി. സൈബു താഴേക്ക് ഇറങ്ങി വന്ന് അവരെ സ്വീകരിച്ച് വെൽക്കം ഡ്രിങ്ക് കൊടുത്തു. നാളെ സൈബുന്നീസയുടെ താത്തയുടെ കല്യാണമാണ്. തലേ ദിവസത്തെ മൈലാഞ്ചിറൽ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതാണ് അപ്പുവും കൂട്ടരും. കല്യാണ വീട്ടിൽ ചെറിയ രീതിയിൽ ഒരു സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. അവിടെ മാപ്പിളപ്പാട്ടുകൾക്കൊപ്പം സിനിമാ പാട്ടുകളും ഇടം പിടിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ടൈമിങ്. നമസ്തേ, ആ പാട്ട് പാടുന്നവൻ ആരാടാ? സന്ദീപിന് മനസ്സിലായില്ലേ? അത് നമ്മുടെ സുരേട്ടന്റെ മകൻ സുരാജ. അവൻ TV പരിപാടിയിലൊക്കെ പാടിയിട്ടുണ്ട്. ആ ഷോയിൽ അവൻ വിന്നറായിട്ടില്ലെങ്കിലും നമ്മുടെ നാട്ടുകാർക്ക് അവൻ തന്നെയാ വിന്നർ. വെറുതെ ഇളയവൻ വിന്നർ ആവാതെ പോയത്. ഒരു കല്യാണ വീട്ടിൽ പാടേണ്ട പാട്ടാണോ ഇതൊക്കെ? അതിന്റെ കാരണം ഞാൻ പറഞ്ഞാൽ മതിയാവും. പുറകിൽ നിന്നുള്ള പുരുഷ ശബ്ദം കേട്ട് സന്ദീപും കൂട്ടുകാരും അവസ്ഥ അങ്ങോട്ട് നോക്കി.
അപ്പു എന്തൊക്കെയുണ്ടടാ, സുഖാണോ? നിനക്ക് ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയില്ല സന്ദീപേ? അല്ലെങ്കിൽ ഇവിടെ നായകനില്ല, നമ്മളെപ്പോലെ സഹനായകൻ മാത്രമായിട്ട് ആയിപ്പോയനെ. യഥാർത്ഥ നായകൻ നീ തന്നെയല്ലേടാ അപ്പു കുട്ട. നിങ്ങൾ ഫുഡ് കഴിച്ചില്ലല്ലോ? കിടിലം ഫുഡാ, കഴിച്ചിട്ടോ? അല്ലെങ്കിൽ ചിക്കൻ പീസ് ഒന്നും പിന്നെ കിട്ടില്ലെന്ന് വരും. സന്ദീപ് അപ്പുവിനെ കൂർപ്പിച്ച് നോക്കി. ചെക്കൻ്റെ ഇരട്ടപ്പേരാണ് കോഴി. അവന് കുറച്ച് കോഴിത്തരം കയ്യിലുള്ളതുകൊണ്ട് കൂട്ടുകാർ ചേർന്ന് നൽകിയതാണ് ആ പേര്. സന്ദീപ് നവാസും തിരക്കിട്ട് ഫുഡ് കഴിക്കാനായി പോകുന്നതിനിടയിൽ രച്ചുമായി എന്തോ സംസാരിച്ചിട്ട് വരുന്ന നന്ദുമായി കൂട്ടിമുട്ടി. നവാസ് അപ്പോഴേക്കും മുന്നോട്ടേക്ക് എത്തിയിരുന്നു. തനിക്ക് കണ്ണിലിടോ, താൻ എവിടെ നോക്കി അടക്കുകയാണോ? രച്ചു ഉച്ചത്തിൽ ചോദിച്ചു. വേണ്ട എന്ന രീതിയിൽ നന്ദു അവളെ തടയുന്നുണ്ട്. സോറി കുട്ടി, എനിക്കറിയാതെ പറ്റിയതാ. എന്താ അറിയാതെ പറ്റിയാന്ന്? പെൺകുട്ടികളെ കാണുമ്പോൾ തന്നെ പോലുള്ളവർക്ക് ഒരു ഇളക്കം കൂടുതലാ. ഡേയ്, കുറച്ച് താഴ്ന്നപ്പോ എന്ത് വിളിച്ചറിയാന്ന് എഴുതിയോ? ഞാൻ തട്ടിയത് ഈ കുട്ടിയല്ലേ? കുട്ടി, ഞാൻ തന്നെ മനഃപൂർവ്വം തട്ടിയാണോ? അല്ല. കേട്ടല്ലോ, നീ പറഞ്ഞ പോലെ പെൺകുട്ടികളെ കാണുമ്പോൾ ഇളക്കുള്ളവരുണ്ടാവും, പക്ഷേ എന്നാ കൂട്ടത്തിൽ കേട്ടണ്ട. എടോടി രാമേട്ടാ, ഇവിടെ ചിക്കൻ പീസ് കൊടുക്ക്. ഹോ, ഞാനൊന്ന് ഷൈൻ ചെയ്ത് വന്നായിരുന്നു. അവിടെയും ചിക്കൻ പുല്ല് മൂട് കളഞ്ഞ്. സന്ദീപ് മനസ്സിൽ പറഞ്ഞ പല്ല് കടിച്ചു. രച്ചു നന്ദുവിനെ കടുപ്പിച്ച് നോക്കി പിന്നെ മുന്നോട്ട് നടന്നു. സോറി ഏട്ടാ, ആൾക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കുക. ഏയ്, അത് സാറില്ല. നന്ദുവിനെ എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നന്ദു സന്ദീപിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. സന്ദീപ് ഏട്ടൻ, ഏട്ടൻ എന്താ ഇവിടെ? അന്നാണ് നീ അങ്ങനെ ചോദിച്ചേ? ഇത് എന്റെയും കൂടി നാടല്ലേ? അങ്ങനെയല്ല, സന്ദീപിന് കുറേയില്ല ഇങ്ങോട്ട് വന്നിട്ട്. അത് ശരിയാ. എന്നും വഴക്കൂടുന്ന രാഘവൻ എന്ന എൻ്റെ അച്ഛനും ശോഭ എന്ന എൻ്റെ അമ്മയും, അവർക്കിടയിൽ ഞാനും. ഒടുവിൽ അവർ തമ്മിൽ പിരിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെ ജന്മനാടായ ഈ നാട്ടിൽ നിന്നും ഞാൻ അമ്മയുടെ നാട്ടിലെ വീട്ടിലേക്ക് മാറുന്നു. ഞാനൊന്ന് 8ാം ക്ലാസ്സിലായിരുന്നു. അത് കഴിഞ്ഞ് 2ാം ദിവസം എൻ്റെ അച്ഛൻ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യായിരുന്നു. അതോടെ അച്ഛൻ വീട്ടുകാരും അമ്മ വീട്ടുകാരും പൂർണ്ണമായി അകന്നു. പിന്നെ ഇങ്ങോട്ട് വരാൻ തോന്നിയിട്ടേ ഇല്ല. 2 ദിവസം മുമ്പ് ഇവിടെ ഒരു കാർണിവൽ ഉണ്ടായിരുന്നില്ലേ? അതിനെൻ്റെ കൂട്ടുകാരൻ നവാസ് ഒരുപാട് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ വന്നിരുന്നു. അപ്പോഴേ ഇവിടുത്തെ നബീസുമ്മയെ കണ്ടത്. മകളുടെ കല്യാണത്തിന് അമ്മയും കൂടി നിർബന്ധമായിട്ടും വരണമെന്ന് പറഞ്ഞു. അമ്മയുടെ നമ്പർ വാങ്ങി നബീസുമ്മ അമ്മയെ വിളിച്ചിരുന്നു. അമ്മയെ ഞാൻ നിർബന്ധിച്ച, പക്ഷെ വന്നില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ എവിടെയും പോവാറില്ല. നബീസുമ്മയുടെ പിണങ്ങിരുന്നത് പ്രത്യേകം പറയാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൂട്ടെ, നിന്റെ കൂടെ ഉണ്ടായിരുന്ന കുരിപ്പേതാടി? കുരിപ്പെന്നൊന്നും പറഞ്ഞ സന്ദീപേട്ട, അവളൊരു പാവ. പിന്നെ സന്ദീപേട്ട അവളെ മനസ്സിലായില്ലേ? ആ രചന. രചനയാണെന്ന് മനസ്സിലായി. ആരുടെ രചനയാ? സന്ദീപേട്ട, അതിന്റെ ചെറിയച്ഛൻ ചന്ദ്രന്റെ മോളിൽ രച്ചുവാ. നമ്മള് രച്ചുവാണോ? ആളങ്ങ് വളർന്ന് മന്ത്രിച്ച് പോയല്ലോടി. എന്റെ അമ്മ ഇപ്പോൾ അവളെ കണ്ടാ ഞെട്ടും. ഞാനും സന്ദീപേട്ട അമ്മയെ കണ്ടിട്ട് കുറേയായി. ശോഭിച്ചിക്ക് എന്നെ ഓർമ്മയുണ്ടാവാവോ? അമ്മ എപ്പോഴും നിന്നെ കുറിച്ച് പറയാറുണ്ട്. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ അപ്പുവിന്റെ സൈക്കിളിൽ കയറിയാൽ നിനക്ക് എന്റെ സൈക്കിളിൽ തന്നെ കയറണം എന്ന് പറഞ്ഞ് നീ കരയുന്നു. പിന്നെ സ്കൂൾ വിട്ട് വന്നാ നീ നിന്റെ വീട്ടിൽ പോവാതെ ആദ്യം എന്റെ വീട്ടിൽ വന്ന് അമ്മയുണ്ടാക്കിയ ചോറും മീൻകറിയും നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നു. അങ്ങനെയല്ല. ആണോ? സന്ദീപേട്ട ഒരു ദിവസം അമ്മയെ കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് വാ. എന്നാ ഞാൻ പോട്ടെ. രചനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ പിണങ്ങ് മാറ്റട്ടെ. നന്ദു പോവാണോ? പോവാതെ പിന്നെ? അതല്ല, മീശ മാധവനിലെ രുക്മിണി വർഷങ്ങൾക്ക് ശേഷം മാധവനെ കണ്ടുമുട്ടുകയും അവന്റെ കഥകളൊക്കെ അറിയുകയും ചെയ്തപ്പോ രുക്മിണിക്ക് മാധവേട്ടനോട് സ്നേഹം, കാതൽ, പ്യാർ, മൊഹബത്ത് അങ്ങനെയൊക്കെ തോന്നിയിരുന്നല്ലോ. അതുപോലെ നന്ദുവിന് ഈ സന്ദീപേട്ടനോട് അങ്ങനെ വല്ലതും? അയ്യടാ, അവന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ. എന്നാ ഈ സന്ദീപേട്ടൻ പോയി ഫുഡ് കഴിക്കേ, ഇനി വൈകിയാൽ ചിലപ്പോൾ തീർന്നു പോകും. അതും പറഞ്ഞ് നന്ദു മുന്നോട്ട് നടന്നു. അങ്ങനെ അതും ഒത്തില്ല. ഹായ്, രാമേട്ടന്റെ മോൾ അശ്വതി അല്ലേ? അല്ല, സോറി കുട്ടി, ആള് മാറിപ്പോയി. ഹായ് അപർണ, എന്തൊക്കെയുണ്ട്, സുഖാണോ? എന്നും പറഞ്ഞ് അപർണയുടെ പിറകെ പോകാൻ പോയ സന്ദീപിന് നവാസ് കയ്യോടെ പൊക്കി. നീ ഇത് എവിടെ പോയി കിടക്കരുന്ന കോപ്പേ? നിനക്ക് ഫുഡൊന്നും വേണ്ടേ? നീ കഴിച്ചോ? ഞാൻ കഴിച്ചു. എന്നെ കൂട്ടാതെ ഒറ്റ കഴിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നാണ് നവാസേ? നിന്നെ കാത്തിരിക്കാൻ ഞാൻ നിന്റെ ഭാര്യ ഒന്നല്ലല്ലോ. വേഗം അങ്ങോട്ട് വിട്ടോ, അല്ലെങ്കിൽ ബാക്കി പറയാൻ അനുവദിക്കാതെ സന്ദീപ് നവാസിന്റെ വാപ്പുത്തി പിടിച്ച് ശേഷം അവനെ നോക്കി കൈകൂപ്പി. മിന്നുന്ന കുപ്പായമിട്ട് കൈകളിൽ മൈലാഞ്ചി അണിഞ്ഞ് പുഞ്ചിരി തൂവുന്ന സുന്ദരിയായ മണവാട്ടി സൈബുനീസയുടെ ഇത്ത ഖൈറുന്നീസ. മണവാട്ടിയുടെ അടുത്ത് മലത്തോടെ വല്ലിപ്പയും വല്ലിമ്മയും അവരവരുടെ കയ്യിൽ വെച്ച ചെറുവാഴയിലെ കഷ്ണത്തിൽ മൈലാഞ്ചി കോണുകൊണ്ട് എന്തൊക്കെയോ വരയ്ക്കുന്നു. വീഡിയോഗ്രാഫർമാർ ആ ഭംഗിയുള്ള രംഗം ക്യാമറയിൽ പകർത്തുന്നു. വല്ലിപ്പയും വല്ലിമ്മയും മുന്നിൽ നിരത്തിവെച്ച പലഹാരത്തിൽ നിന്നൊന്നെടുത്ത് മണവാട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നു. പിന്നീട് മണവാട്ടിയുടെ ഉപ്പയും ഉമ്മയും തൊട്ട് വീട്ടിലെ ഓരോരുത്തരും പിന്നെ ബന്ധുക്കളും അയൽക്കാരും ഈ പ്രവൃത്തി തുടരുന്നു. മാറി നിന്ന നന്ദുവിന്റെയും രച്ചുവിന്റെയും കൈപിടിച്ച് സൈവ് ആ ചടങ്ങിലിരുത്തി. അവരും സന്തോഷത്തോടെ മണവാട്ടിക്ക് മധുരം കൊടുത്തു. ആ കാഴ്ച സന്തോഷത്തോടെ അപ്പവും സന്ദീപും കൂട്ടുകാരും നോക്കി നിന്നു. രാത്രി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ സന്ദീപിനും കൂട്ടുകാരൻ നവാസിനും ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. സന്ദീപിനും നവാസിനും കാലിനും കയ്യിലും ചെറിയ പരിക്ക്. അതുവഴി രാത്രി പെട്രോളിങ്ങിന് പോയ പോലീസുകാരാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച്. വിവരറിഞ്ഞ അപ്പവും കൂട്ടുകാരും നന്ദു രച്ചുവും അവരെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. കുറച്ചു ദിവസത്തിന് ശേഷം നല്ല ഉറക്കത്തിലായിരുന്ന അപ്പു ഒന്ന് ഞെട്ടിയുണർന്നു. അവന് മൂത്രശങ്ക തോന്നി. അവൻ ക്ലോക്കിലേക്ക് നോക്കി. സമയം 2 മണി. ആ പാതിരാത്രി എഴുന്നേറ്റ് ഒറ്റയ്ക്ക് പോകാൻ അവന് പേടി തോന്നി. കാരണം ആ തറവാടിന്റെ പിന്നാമ്പുറത്താണ് കുളിമുറിയും ടോയ്ലറ്റുമെല്ലാം.
പേടികൊണ്ട് അവന് മൂത്രശങ്ക കൂടി. അവൻ ടോർച്ചും കയ്യിലെടുത്ത് ധൈര്യം സംഭരിച്ച് മുറിയുടെ വാതിൽ തുറന്നു. അപ്പോഴാണ് രച്ചു ടോർച്ചും എടുത്ത് അടുക്കളയുടെ വാതിൽ തുറക്കാൻ പോകുന്ന അപ്പുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അവന് സന്തോഷമായി. ആളുടെ പുറകെ ശബ്ദമില്ലാതെ അപ്പുവും നടന്നു നീങ്ങി. രച്ചു തറവാടിലെ പെൺകുട്ടികൾക്ക് മാത്രം പോകാൻ നിർമ്മിച്ച ടോയ്ലറ്റിലും അപ്പു അതിൽ നിന്ന് കുറച്ചു മാറി ദൂരത്തുള്ള ടോയ്ലറ്റിലും കയറി. രച്ചു അടുത്ത് തന്നെയുണ്ടെന്നുള്ള ധൈര്യത്തിലായിരുന്നു അപ്പു. എന്നാൽ ആ നിമിഷം രച്ചു ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പു പുറത്തുണ്ടെന്നറിയാതെ അടുക്കളയുടെ വാതിൽ അടച്ചു. ആടിപ്പാടി അപ്പു ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി രച്ചുവിനെ നോക്കി. അവൾ അവിടെ നിന്ന് മനസ്സിലാക്കി അവൻ അടുക്കള വാതിലിന്റെ അടുത്തേക്ക് പോയി. അതകത്തുനിന്ന് പൂട്ടിയെന്നറിഞ്ഞപ്പോൾ അവൻ ആധിയോടെ ചുറ്റും നോക്കി. നിലാവിന്റെ നേരിയ വെളിച്ചവും ചീവീടിന്റെ ശബ്ദവും മാത്രം. അവന് പേടി തോന്നി. അവൻ കഥകിൽ തട്ടി. പക്ഷെ ആരും അത് കേട്ടില്ല. പിന്നെ അവൻ ഓടി മുത്തശ്ശിയുടെ മുറിയുടെ ജനാലക്കരികിൽ ചെന്ന് തട്ടി വിളിച്ചു. അതേ സമയമാണ് അവന്റെ തോളിലൊരു കൈ പതിഞ്ഞ് അവൻ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. മുന്നിൽ കണ്ട പുരുഷരൂപം കണ്ട് അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. രാഘവേട്ടൻ. പിന്നെ അവൻ ഉച്ചത്തിൽ അലറി. ബോധരഹിതനായ അവൻ നിലംപതിച്ചു. രാഘവൻ സന്ദീപിന്റെ അച്ഛനാണ്. പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത രാഘവന്റെ ആത്മാവ് ഗതി കിട്ടാതെ അറിയുന്നുണ്ടെന്ന വാർത്ത നാട്ടിൽ പരന്നു. നാട്ടുകാരത് കേട്ട് ഭയന്നു. എടാ അരവിന്ദ, കള്ളനും പ്രേതൊക്കെ ഈ ചന്ദ്രോത്തറവാട്ടിൽ വന്നു തുടങ്ങി. എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാര പൂജകൾ ചെയ്യണം. മുത്തശ്ശി അരവിന്ദനോട് പറഞ്ഞു. അപ്പു പനിച്ചെടുക്കുകയാണ്. നാട്ടുകാരിൽ ചിലർ നേരിട്ട് വിശേഷങ്ങൾ അറിയാൻ ചന്ദ്രോത്ത് വരുന്നുണ്ട്. രാഘവന്റെ തറവാട്ടിലും ആ വാർത്തയെത്തി. കിടപ്പിലായ രാഘവന്റെ അച്ഛനും രാഘവന്റെ ജ്യേഷ്ഠൻ മാധവൻകുട്ടിയും ഭാര്യ ദേവയാനിയും മാത്രമാണ് ആ തറവാട്ടിലുള്ളത്. അവിടെയും രാഘവന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയി. നന്ദുവിന്റെ +2 പരീക്ഷയുടെ റിസൾട്ട് വന്നു. അവൾ പ്രതീക്ഷിച്ച പോലെ ഉന്നത വിജയമുണ്ടായിരുന്നു. ചന്ദ്രോത്തറവാട്ടിൽ ചെറിയ രീതിയിൽ പായസമൊക്കെ വെച്ച് അവളുടെ വിജയം ആഘോഷിച്ചു. നന്ദു ഇടക്ക് അപ്പുവിന്റെ കൂടെ സന്ദീപിന്റെ വീട്ടിൽ പോയി അവന്റെ അമ്മ ശോഭയെ കണ്ടു. സന്ദീപ് ഡിഗ്രി പാതിവഴിയിൽ നിർത്തിയതാണ്. ഇപ്പോൾ മാമന്റെ റെഡിമെയ്ഡ് ഷോപ്പിലാണ് ജോലിയെന്ന്. അവന്റെ അമ്മയെ ശോഭക്ക് ഒരു കൊച്ചു തയ്യൽ കട ആ ജോലിയിലൂടെ അവൻ നേടിക്കൊടുത്തിട്ടുണ്ട്. സന്ദീപിനെ കുറിച്ച് അഭിമാനത്തോടെ നന്ദുവിനോട് ശോഭ പറയുന്ന കേട്ട് അവൾക്ക് അവനോട് വല്ലാത്തൊരു ബഹുമാനം തോന്നി. തന്റെ ഏട്ടന്റെ പ്രായമുള്ളവൻ വേറെ ആരുടെയും സഹായമില്ലാതെ അധ്വാനിച്ച അമ്മയെ നോക്കുന്നു. അമ്മയുടെ ആഗ്രഹം നടത്തി കൊടുക്കുന്നു. നന്ദുവിന്റെ ഉള്ളിൽ സന്ദീപിനോടുള്ള പ്രണയത്തിന്റെ മൊട്ടിട്ടു. അപ്പേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ശോഭേച്ചി എന്ത് പാവാണ്. രാഘവേട്ടനായിട്ട് എന്തിനാ അവർ പിരിഞ്ഞ്? സന്ദീപേട്ട നമുക്കൊരു ദേഷ്യം ആ മനുഷ്യനോടില്ല, പകരം സ്നേഹം മാത്രം. എനിക്ക് ശോഭേച്ചിയുടെ വാക്കിൽ നിന്ന് മനസ്സിലായതാ ആ സ്നേഹം. എന്നിട്ട് രാഘവേട്ടൻ എന്തിനാ ആത്മഹത്യ ചെയ്ത്? നീ നടക്ക്, ഞാനെല്ലാം പറയും നന്ദു. അപ്പുവിൽ നിന്ന് സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നന്ദുവിന് സന്ദീപിനുള്ള ഇഷ്ടം കൂടി വന്നു. ഒരു ദിവസം നന്ദു ചെറിയച്ഛൻ്റെ ഫോൺ എടുത്ത് ആരും കാണാതെ സന്ദീപിനോട് സംസാരിക്കുകയായിരുന്നു. പക്ഷെ അരവിന്ദൻ അത് കണ്ടു. ഫോൺ പിടിച്ചു വാങ്ങി കുറെ തള്ളി. അപ്പുവിനും തടയാൻ കഴിഞ്ഞില്ല. അപ്പുവിന് രച്ചുവിന് ഒരുപാട് സങ്കടം തോന്നി. നന്ദു ശരിക്കും വീട്ടുതടങ്കിലായി. സന്ദീപിനെ കാണാതെ ആ ശബ്ദം കേൾക്കാതെ നന്ദുവിന്റെ ദിവസങ്ങൾ കടന്നുപോയി. അപ്പു നന്ദുവിന്റെ അടുത്ത് നിന്ന് അവളെ നോക്കി. തന്റെ അനിയത്തിക്കുട്ടി ഒരുപാട് മാറിപ്പോയി. എണ്ണമയമില്ലാതെ പാറി കളിക്കുന്ന മുടിയും കരഞ്ഞു കലങ്ങിയ കണ്ണുകളും കണ്ടപ്പോൾ അവനെ നെഞ്ചൊന്ന് വിങ്ങി. ഇവൾ ഇത്രത്തോളം അവനെ സ്നേഹിച്ചിരുന്നോ എന്ന് സ്വയം പറഞ്ഞ് അപ്പോളുടെ അടുത്ത് മുട്ടൂത്തിയിരുന്നു. നന്ദു, സന്ദീപിന് ഇന്ന് രാത്രി നിന്നെ കാണുന്നു പറഞ്ഞിട്ടുണ്ട്. രച്ചു പ്രതീക്ഷയോടെ അവനെ നോക്കി. ഞാൻ നിന്നെ അവൻ്റെ അടുത്ത് എത്തിക്കാം. അപ്പേട്ടാ, ആരും അറിയാതെ എങ്ങനെയാ നമ്മൾ പുറത്തെടുക്കാൻ? അതൊക്കെ പറയാം. സമയം രാത്രി 8 മണി. മുത്തശ്ശിയും സരസ്വതിയും ലതയും സീരിയൽ കാണുന്ന തിരക്കിലാണ്. അരവിന്ദൻ മറ്റൊരു മുറിയിൽ കഥയടച്ച് കുട്ടികളുടെ പരീക്ഷാ പേപ്പർ നോക്കുന്ന തിരക്കിലും. ചന്ദ്രൻ പതിവ് പോലെ നേരത്തെ ഉറങ്ങി. ആ സമയം അപ്പു നന്ദു രച്ചു ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങി. രച്ചുവിനെ മുറ്റത്ത് കാവൽ നിർത്തി. അപ്പുവിന്റെ ഫോൺ അവിടെ കയ്യിൽ കൊടുത്തു. രച്ചു, നീ ഇവിടെ നിൽക്ക്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ നിന്ന് സന്ദീപിനെ നമ്മളിലേക്ക് വിളിച്ച് വിവരം തരണം. അപ്പേട്ട് എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കണ്ട, ഞങ്ങൾ പെട്ടെന്ന് വരാം. അതും പറഞ്ഞ് അപ്പു നന്ദുവിനെയും കൂടി പുറത്തേക്ക് പോയി. കുറച്ച് നടന്നവൾ സന്ദീപിന്റെ അടുത്തെത്തി. നന്ദനയുടെ കരഞ്ഞു തളർന്ന മുഖം കണ്ടപ്പോൾ സന്ദീപിന് സങ്കടം തോന്നി. നന്ദു, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ, പ്രണയിക്കാൻ വേണ്ടിയല്ല, വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ നാട്ടിൽ വന്നെന്നും എൻ്റെ വരവിൻ്റെ ലക്ഷ്യം എന്താണെന്നും. സന്ദീപേട്ടൻ, ഞാൻ വേണ്ട നന്ദു, പ്രണയം എൻ്റെ ലക്ഷ്യത്തെ ബാധിക്കും. അതുമാത്രമല്ല, നിന്റെ ഭാവിയെയും. എന്നെക്കുറിച്ച് ഇനി ഓർക്കരുത്, തുടർന്ന് പഠിക്കണം. സന്ദീപേട്ട, ഞാൻ ചോദിച്ചോട്ടെ, സന്ദീപേട്ട എന്നെ പ്രണയിക്കുന്നില്ലേ? ഉണ്ട്, പക്ഷേ. സന്ദീപ് വാക്കുകൾക്കായി പരതി. എനിക്കെല്ലാം അറിയാം. സന്ദീപേട്ടൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ ഞാനും കൂടെ ഉണ്ടാവും. നിറവേറ്റി കഴിഞ്ഞാലും കൂടെ ഉണ്ടാവും. നന്ദൻ അത്രയും പറഞ്ഞ് മാറിയുന്ന അപ്പുവിന്റെ കൈയും പിടിച്ച് നന്ദു നടന്നു നീങ്ങി. അതേസമയം ചന്ദ്രോത്തറവാട്ടിൽ കാവൽ നിന്നിരുന്ന രച്ചുവിന്റെ തോളിൽ കൈ പതിഞ്ഞു. ടീച്ചർ, അത് രാഘവേട്ടന്റെ പ്രേതാണോ? സസ്പെൻസിലാ, ബാക്കി പറ ടീച്ചറെ. ഞെട്ടിക്കൊണ്ട് രച്ചു തിരിഞ്ഞു നോക്കി. വല്യച്ഛൻ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അരവിന്ദനായിരുന്നത്. രച്ചു, നീ എന്താ ഇവിടെ? അപ്പു നന്ദുയുടെ? അത് വല്യച്ഛ. ആ സമയത്താണ് അപ്പു നന്ദു അങ്ങോട്ടേക്ക് വന്ന്. അരവിന്ദൻ അവരെ ദേഷ്യത്തിൽ നോക്കി. അപ്പുവിന്റെ കവിളിൽ അയാൾ ആഞ്ഞു തല്ലി. നന്ദു രച്ചു ഒരുപോലെ ഞെട്ടി. അവരുടെ മിഴികൾ ഒരുപോലെ നിറഞ്ഞു.
എന്നാൽ അപ്പുവിന് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു അടി അവൻ പ്രതീക്ഷിച്ചുകൊണ്ടാവും. എന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ഇവളെയും കൂട്ടി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? നിനക്ക് നാണമില്ലടാ സ്വന്തം പെങ്ങൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കാൻ. അച്ഛാ, അച്ഛൻ എന്തൊക്കെയാ പറയുന്നു? അച്ഛൻ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ അച്ഛനോട് ഞാനെല്ലാം പറയാം. അപ്പു പറയുന്ന കാര്യങ്ങൾ അരവിന്ദൻ ക്ഷമയോടെ കേട്ടു നിന്നു. ശേഷം അരവിന്ദൻ അപ്പുവിന്റെ കവിളിൽ നേരത്തെ തല്ലിയെടുത്തിൽ തലോടി. മോനെ, നീ അച്ഛനോട് ക്ഷമിക്കടാ. ഞാൻ കാര്യറിയാതെ കാര്യങ്ങളൊക്കെ അച്ഛനിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചതിന് അച്ഛനോട് ഞാനൊരു ക്ഷമ ചോദിക്കേണ്ടത്. സാരമല്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. രാഘവ് എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. അവന് വേണ്ടി നിങ്ങളുടെ കൂടെ എന്തിനും ഞാനും ഉണ്ടാവും. അരവിന്ദൻ നന്ദനെ അടുത്തേക്ക് വിളിച്ചു. ഈ പ്രായത്തിൽ ഒരാളോട് പ്രണയം തോന്നുന്ന സാധാരണ കാര്യമാണ്. പക്ഷെ മക്കളെ നേർവഴിക്ക് നടത്തിക്കൽ അച്ഛനമ്മമാരുടെ കടമയാണ്. നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിച്ചാൽ മോളാരും കുറ്റപ്പെടുത്തില്ല. അത് വളർത്തു ദോഷമാണെന്ന് എല്ലാവരും പറയും. മോളിപ്പോൾ പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുക. മോൾക്ക് വിവാഹപ്രായത്തിയ നിനക്ക് സന്ദീപിനോടും അവന് നിന്നോടും ഇപ്പോഴും ഇഷ്ടം അന്നുണ്ടെങ്കിൽ ഈ അച്ഛൻ നിങ്ങളുടെ വിവാഹം നടത്തി തരും. ഇത് അരവിന്ദന്റെ വാക്കാ. നന്ദന അച്ഛന്റെ കാൽ വീണ് പൊട്ടിക്കരഞ്ഞു. സോറി അച്ഛ. ഏയ്, എന്താ മോളെ ഇത്? എഴുന്നേക്ക് മോളെ. അരവിന്ദൻ നന്ദുവിനെ ചേർത്ത് പിടിച്ചു. മാറിയുന്ന അപ്പുവിനെ രച്ചുവിനെ അയാൾ ചേർത്ത് പിടിച്ചു. സന്ദീപ്, നീ എന്തൊന്നും പറയാത്ത? നിന്റെ അടുത്ത പ്ലാൻ എന്താ? എന്തിനും അച്ഛനും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഞാൻ പറയാം അപ്പു. സന്ദീപ് അപ്പുവും സന്ദീപിന്റെ അമ്മ ശോഭയുടെ തയ്യൽക്കടയിലായിരുന്നു. ആ സമയത്താണ് ഒരു പെൺകുട്ടി കയ്യിലൊരു കവറുമായി ആ കടയിലേക്ക് വന്നു. അപ്പു ആ പെൺകുട്ടി ഇമോട്ടാ നോക്കി നിന്നു. ആ പെൺകുട്ടി സന്ദീപിനെ നോക്കി പുഞ്ചിരിച്ചു. ശേഷം ശോഭ ചേച്ചിയുടെ അടുത്തേക്ക് പോയി. കവറിൽ നിന്ന് തയ്ക്കാനുള്ള തുണി അവർക്ക് നേരെ നീട്ടി. ശോഭേച്ചി, ചുരിദാറല്ല, ലാച്ച മതി. എന്താ മോളെ, വീട്ടിലെന്തെങ്കിലും വിശേഷം ഉണ്ടോ? ആ, ചേച്ചിയുടെ കുട്ടിയുടെ മാമോദീസയാ. അതിന്റെ ഹോസ്റ്റിംഗ് ഒക്കെ ഞാനാണ്. അപ്പൊ ചുരിദാറിനേക്കാൾ ഇച്ചിരി നല്ല ലാച്ചയാ. ആയിക്കോട്ടെ മോളെ, ഞാൻ റെഡിയാക്കി വെക്കാം. നീ എൻ്റെ റെഗുലർ കസ്റ്റമർ ആയതുകൊണ്ട് നിന്റെ അളവൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എപ്പോഴാണ് കുട്ടി ഇത് വേണ്ടത്? സെപ്റ്റംബർ 20 മാമോദീസ. അതിനു മുന്നേ കിട്ടിയാച്ചാൽ മതി. അവളുടെ സംസാരം ശരിയൊക്കെ നോക്കിയിരുന്നു അപ്പു. സന്ദീപേ, ആരാടാ പെൺകുട്ടി? അത് പൂജ ജോർജ്. ജോർജ് അപ്പനോ? എന്താടാ നീ അങ്ങനെ പെൺകുട്ടികളെ കുറിച്ചൊന്നും ചോദിക്കാത്തതാണല്ലോ. ഇനി ലവ് ആയിട്ട് ഫസ്റ്റ് ഡേറ്റ് മറ്റോ ആണോ? ഒന്ന് പോടാ, വെറുതെ കളിയാക്കാതെ. അതെ, നിനക്ക് അങ്ങനെ വല്ല ആഗ്രഹം എന്നോട് പറ, ഞാൻ നടത്തി തരാന്നേ. നിനക്ക് അവളുടെ ഡീറ്റെയിൽസ് വേണം. അവള് പൂജ, അച്ഛൻ ജോർജ്, അമ്മ ആനി, ചേച്ചി നയന, ഭർത്താവ് സ്റ്റീഫൻ. അവൾക്കൊരു പെൺകുഞ്ഞ, ചേട്ടൻ ജോർജ് ജോർജ്. പിന്നെ പൂജ പഠിച്ച വളർന്നതും നിന്റെ നാട്ടിൽ തന്നെയാണ്. അവിടെയാ അവളുടെ അപ്പൻ്റെ തറവാട്. ഒറ്റ ശ്വാസത്തിൽ ഇത്രയും പറയുന്ന സന്ദീപിനെ അപ്പു അന്തം വിട്ട് നോക്കി നിൽപ്പാണ്. സന്ദീപേ, നീ ശുഷ്കാന്തി പഠിത്തത്തിൽ കാണിച്ചിരുന്നെങ്കിൽ നീ ഇന്നൊരു നല്ല നിലയിലെത്തിയേനെ. സന്ദീപ് അപ്പുവിനെ നോക്കി വിളിച്ചു കാട്ടി. സമയം രാത്രി 3 മണി. സന്ദീപിന്റെ അച്ഛന്റെ തറവാട് വീട്. ഉറക്കത്തിലായിരുന്നു ദേവയാനി ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു. അവൾ അടുത്ത് കിടക്കുന്ന ഭർത്താവ് മാധവനെ വിളിച്ചു. അയാൾക്ക് പട്ടണത്തിലാണ് ജോലി. മിക്ക ദിവസങ്ങളിലും വീട്ടിലുണ്ടാവാറില്ല. വീട്ടിലേക്ക് വരുന്ന ദിവസം വൈകിയാണ് വരാറുള്ളത്. ഇന്നും അതുപോലെ ഒരു ദിവസമായിരുന്നു. 2 മണിക്കാണ് വീട്ടിലെത്തിയത്. അതുകൊണ്ട് അയാൾ ക്ഷീണം കൊണ്ട് ഉറക്കമാണ്. അതുകൊണ്ട് ദേവയാനി വിളിച്ചത് അയാൾ അറിഞ്ഞില്ല. പിന്നെ ധൈര്യം സംഭരിച്ച് ദേവയാനി ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി. കരിയിൽ ഇറങ്ങുന്ന ശബ്ദം കേട്ട് ദേവയാനി അങ്ങോട്ട് നോക്കി. പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു പുരുഷ ശരീരം ദേവയാനി കണ്ടു. അവളൊന്നുകൂടി സൂക്ഷിച്ചു നോക്കി. രാഘവേട്ട. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ദേവയാനി പേടിയോടെ ആ ജനൽ ശക്തിയിൽ അടച്ചു. അതേസമയം അരവിന്ദ മാഷ ആ കരിയിലെ കൂട്ടങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് നടന്നു നീങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പള്ളിയിൽ നിന്നിറങ്ങിയ പൂജയെ കാത്തിരിക്കായിരുന്നു അപ്പുവും സന്ദീപും. അന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പൂജയെ പിന്തുടർന്ന് കാണാൻ ശ്രമിക്കലാണ് അപ്പുവിന്റെ പണി. കട്ടക്ക് സപ്പോർട്ടിന് സന്ദീപും ഉണ്ട്. അവന്റെ കോഴിത്തരം കുറച്ചൊക്കെ അപ്പുവിന് പഠിപ്പിച്ചു കൊടുത്തു. എടാ അളിയ അപ്പു, പൂജ വരുന്നുണ്ട്. അവൾ തനിച്ചേ ഉള്ളൂ. ഇതാണ് ബെസ്റ്റ് ചാൻസ്. ഇന്ന് എന്തായാലും അവളോട് നീ കാര്യം പറയണം. സന്ദീപ്, അടിയൊന്നും കിട്ടിയില്ലല്ലോ? ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ലടാ. നീ ആദ്യം കാര്യം പറ, ശേഷം എന്തോന്നാലും ഞാനുണ്ട് കൂടെ. പൂജ. അപ്പുവിന്റെ വിളിയായിട്ട് പൂജ തിരിഞ്ഞു നോക്കി. ഞാൻ അശ്വന്ത്, അപ്പൂന്ന് വിളിക്കും. എനിക്ക് കുട്ടി ഒരുപാട് ഇഷ്ടമാണ്. കുട്ടിക്ക് എന്നെ ഇഷ്ടമാണെന്നറിയില്ല. ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാൽ മതി. നല്ല മറുപടിക്കായിട്ട് ഞാൻ കാത്തിരിക്കാം. അരവിന്ദ മാഷിന്റെ മകൻ അപ്പുവിനെ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം കുറവുകളൊന്നും ഞാൻ കാണുന്നില്ല. അപ്പു ചെറുതായും ഞെട്ടി. അപ്പുവിനെ ഞാൻ ആദ്യമായിട്ട് കണ്ട ശോഭേച്ചിയുടെ തയ്യൽക്കടയിൽ വെച്ചല്ല. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ തട്ടയിട്ട് വന്ന സൈബനീസയെ പുറത്താക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിക്കാവുന്ന അരവിന്ദ മാഷിനെയും മകൻ അശ്വന്ത് എന്ന അപ്പുവിനെയും ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. വലിയ ചർച്ചയാവേണ്ട ആ വിഷയത്തെ വളരെ ഭംഗിയായിട്ട് പരിഹരിച്ച നിങ്ങളോടും അച്ഛനോടും എനിക്ക് ആരാധനയായിരുന്നു. കുറച്ചുകൂടി പക്വത എത്തിയപ്പോൾ ആരാധന പ്രണയമായി മാറി. നിങ്ങളെ ഒരിക്കൽ കൂടി കാണാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. കർത്താവിനോട് ഞാൻ ഇന്നും അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ശോഭേച്ചിയുടെ തയ്യൽക്കടയിൽ വെച്ച് നിങ്ങളെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഷോക്കായി. ഒരു നിമിഷം സ്വപ്നമാണെന്ന് കരുതിപ്പോയി. അന്ന് അപ്പേട്ടനെ അറിയാതെ ഞാൻ അപ്പേട്ടനെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടാണോടി ഇത്രയും ദിവസം എന്നെ നിന്റെ പിന്നാലെ നടപ്പിച്ച്? അത് അപ്പേട്ടൻ്റെ വായിൽ നിന്ന് എന്നുള്ള ഇഷ്ടം പറഞ്ഞ് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ. സത്യം പറഞ്ഞ ഒരു അടിയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യാൻ പ്രതീക്ഷിച്ചതേ ഇല്ല.
പൂജ, നിന്റെ വീട്ടുകാരത്തിന് സമ്മതിക്കോ? നമുക്കിടയിലും അതൊരു പ്രശ്നമാവില്ലേ? അപ്പേണ്ണ എൻ്റെ വീട്ടുകാരെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഒരിക്കലും മതത്തിൻ്റെ പേരിൽ അവർ നമ്മുടെ ഈ ബന്ധം വേണ്ടെന്ന് വെക്കില്ല. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എല്ലാ മതത്തെയും ബഹുമാനിക്കുന്നവരാ. എന്നെയും ചേച്ചിയും ചേട്ടനെയും അവർ ചെറുപ്പത്തിലേ ശീലിപ്പിച്ച അത് മാത്രമാണ്. അന്ന് സ്കൂളിൽ നടന്നൊക്കെ ഞാൻ അപ്പച്ചനോട് പറഞ്ഞിരുന്നു. അപ്പേണ്ണയും അച്ഛനെയും കാണുന്ന അപ്പച്ചനൊന്ന് ആഗ്രഹം പറഞ്ഞിരുന്നു. ഒരു ദിവസം അപ്പയുടെ അരവിന്ദ മാഷിനെയും കൂടി വീട്ടിലേക്ക് വാ. എന്നാ ഞാൻ പോട്ടെ, ഇപ്പം തന്നെ വൈകി. നടന്നകരുന്ന പൂജ അപ്പു സ്നേഹത്തോടെ നോക്കി നിന്നു. എടാ അപ്പു, അളിയ എന്തായി? അതിനുത്തരമായി അപ്പു മനോഹരമായി ചിരിച്ചു. പൂജ പറഞ്ഞ അപ്പു സന്ദീപിനോട് പറഞ്ഞു. കാര്യങ്ങൾ കേട്ടപ്പോൾ അവന് ഒത്തിരി സന്തോഷം തോന്നി. സമയം 2 മണി. ബൈക്കിൽ പാട്ട് പാടി വരികയായിരുന്ന രാജസേനന്റെ ബൈക്കിന്റെ ടയർ പെട്ടെന്ന് പഞ്ചറായി. രാജസേനൻ വണ്ടി നിർത്തി ടയർ പരിശോധിച്ചു. ആ സമയം പുറകിൽ നിന്നൊരു ശബ്ദം കേട്ട് രാജസേനൻ തിരിഞ്ഞു നോക്കി. കുറച്ചു മാറി തിരിഞ്ഞു നിൽക്കുന്ന ഒരു ആൾ രൂപം. ആ രൂപം അവന്റെ അടുത്തേക്ക് എത്തി. അയ്യോ, രാഘവന്റെ പ്രേതനെ കൊല്ലാൻ വരുന്നേ! ഞാൻ നിരപരാധിയാണ്. അവള് പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാം ചെയ്തു. സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു പോകുന്ന രാജസേനൻ അരവിന്ദ മാഷും അപ്പവും സന്ദീപും നോക്കി നിന്നു. മോനെ സന്ദീപേ, ഇനി ഈ ഒളിച്ചെളി വേണ്ട, സത്യം എല്ലാവരും അറിയട്ടെ. അരവിന്ദ മാഷിന്റെ വാക്കുകൾ ശരിവെക്കുന്ന രീതിയിൽ സന്ദീപ് തലയാട്ടി. ദിവസങ്ങൾ കടന്നുപോയി. ഹലോ രാജേട്ടാ, നിങ്ങളിത് എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. എന്താ ദേവ്? രാജേട്ടൻ ഇവിടെ വരെ ഒന്നും ഇപ്പം തന്നെ വരണം. ഈ പാതിരാത്രിയോ? ചോദ്യം കേട്ടാ വിചാരിക്കും പാതിരാത്രി ആദ്യമായിട്ടാണ് രാജേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നതെന്ന്. ദേവ് അന്നത്തെ പോലെയല്ലല്ലോ ഇന്ന്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, രാഘവന്റെ പ്രേതത്തെ ഞാൻ കണ്ട്. അന്ന് ഞാൻ ഭാഗ്യത്തിനെ രക്ഷപ്പെട്ട്. നമ്മൾ രണ്ടാളും രാഘവന്റെ പ്രേതം എന്നൊക്കെ പറയുന്ന ആളുടെ മുഖം കണ്ടിട്ടില്ല. പുറംതിരിഞ്ഞു നിൽക്കുന്ന രൂപത്തെയാണ് കണ്ടത്. ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. എനിക്ക് ചില സംശയങ്ങളുണ്ട്. ആരെയും കൂടി സംസാരിക്കാൻ വേണ്ടി രാജേട്ടനോട് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. മാധവേട്ടൊന്നും വരില്ല, നിങ്ങൾ വേഗം ഇവിടേക്ക് വാ. അല്പസമയത്തിന് ശേഷം സന്ദീപിന്റെ അച്ഛന്റെ തറവാട് വീടിന്റെ കതകുമുട്ടുന്ന ശബ്ദം കേട്ട് ദേവയാനി അയാൾ ഒരുപോലെ ഞെട്ടി. ധൈര്യം സംഭരിച്ച് ദേവയാനി വാതിൽ തുറന്നു. നീ എന്താ ഈ സമയത്ത് ഇവിടെ? അതെന്ത് വർത്താനമല്ലേ, ഇത് എന്നെയും കൂടി വീടല്ലേ? നിന്റെ അച്ഛൻ രാഘവും പുഴയിൽ ചാടി ചത്തോടെ നിനക്ക് ഈ വീടുമായിട്ടുള്ള എല്ലാ ബന്ധം അവസാനിച്ചല്ലേ? പാതിരാത്രി വീട്ടിൽ വന്ന് അതിക്രമം കാണിച്ചാലേ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെയൊക്കെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, അവർ വൈകാതെ എത്തിക്കോളും വല്യമ്മേ. സന്ദീപിന്റെ ആ വാക്ക് കേട്ടപ്പോഴാണ് അവന്റെ പുറകിൽ നിൽക്കുന്ന തന്റെ ഭർത്താവ് മാധവനെയും സന്ദീപിന്റെ അമ്മ ശോഭയെയും അയൽക്കാരായ അരവിന്ദ മാഷിനെയും കുടുംബത്തെയും നബീസുമയും കുടുംബം ഉൾപ്പെടെയുള്ള കുറെ നാട്ടുകാരെയും കണ്ടത്. ദേവയാനി പരിഭ്രാന്തിയോടെ അവരെ നോക്കി നിന്നു. നിന്റെ അകത്തുള്ള മറ്റവനെയും കൂടി വിളിച്ചെറുക്കടി, നാട്ടുകാരിൽ ഒരാൾ അലറിക്കൊണ്ട് പറഞ്ഞു. ഇവിടെ ആരുമില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ വല്യമ്മേ? ഈ സന്ദീപ് അയാളൊന്ന് കാണട്ടെ. തടസ്സം നിന്ന ദേവയാനിയെ തള്ളിമാരി സന്ദീപ് അകത്തേക്ക് കയറി. ആഹാ, ഇവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. വാ, കഥയിലെ വില്ലൻ എല്ലാവരും ഇപ്പോഴെങ്കിലും ഒന്ന് കാണട്ടെ. സന്ദീപ് അയാളെ കൈവലിച്ചു പിടിച്ചു പുറത്തേക്ക് നടന്നു. സന്ദീപിന്റെ കൂടെ വരുന്നവന്റെ മുഖം കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി. ദേവയാനി വീട്ടിലൊരാളെ വിളിച്ചേറ്റിട്ടുണ്ടെന്ന് അരവിന്ദ മാഷ് വന്ന് പറഞ്ഞപ്പോൾ അത് രാജസേന ആയിരിക്കുമെന്ന് അവർ ആരും ഒരിക്കലും കരുതിയിരുന്നില്ല. കാരണം രാജസേന അവരുടെയൊക്കെ മുമ്പിൽ ഒരു മാന്യനായിരുന്നു. എന്നാൽ ഇന്ന് അയാൾ പകൽമാനാണെന്ന് തിരിച്ചറിഞ്ഞ ഞെട്ടിലാണ് ആ നാട്ടുകാർ. എടി മൂദേവി, ഇത്രയും കാലം എന്റെ ചെലവിൽ ജീവിച്ച് നീ എന്നെ വഞ്ചിക്കായിരുന്നല്ലേ? അതുമാണ് ദേവയാനിയെ തല്ലാൻ പോയ ഭർത്താവ് മാധവന്റെ കയ്യിൽ ദേവയാനി പിടിച്ചു. നിങ്ങൾക്ക് എന്നെ തല്ലാൻ എന്ത് യോഗ്യതയുള്ളു? പട്ടണത്തിൽ നിങ്ങൾ ജോലിക്ക് മാത്രമല്ല, അവിടെ നിങ്ങൾക്ക് പല പെണ്ണുങ്ങളായിട്ട് അടുപ്പുണ്ടെന്ന് ഇവിടുത്തെ നാട്ടുകാർക്കറിയില്ല, എനിക്കറിയാം. അത് കേട്ട മാധവന്റെ തലതാഴ്ന്നു. ആ ബെസ്റ്റ്. ഏതോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആവശ്യത്തിനൊന്നും കിട്ടില്ല. അതുകൊണ്ട് അപ്പൊ നിങ്ങളുടെ കണക്കിട്ട് ആലിയായി. അപ്പൊ വലിയച്ഛനൊന്ന് മാറിക്ക്. നിങ്ങളുടെ കണക്കിൽ എങ്ങനെയാ എന്റെ അച്ഛനെ ചേർത്ത് പറയാൻ? സന്ദീപിന് മുഴക്കം പോലെയുള്ള ശബ്ദത്തിൽ ദേവയാനി ഞെട്ടി. എല്ലാം കൈവിട്ടു പോയെന്ന് ദേവയാനിക്ക് തോന്നി. ഞാൻ പറയാം, ശോഭ ഈ വീട്ടിലേക്ക് കയറി വന്ന നാൾ മുതൽ എന്നെക്കാളും എല്ലാവർക്കും ഇഷ്ടം ശോഭയോടായിരുന്നു. എൻ്റെ ഭർത്താവ് പോലും അവളെക്കുറിച്ച് നല്ല മാത്രമേ പറയാറുള്ളൂ. ആരും എന്നെ പരിഗണിക്കാതെയായി. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ ഒരു ആക്സിഡന്റ് ആകുകയും അതിലിവിടുത്തെ അമ്മ മരണപ്പെടുകയും അച്ഛൻ കിടപ്പിലാവുകയും ചെയ്തു. അത് ശോഭ ഈ വീട്ടിലേക്ക് മരുമകളായി കയറി വന്നതിൻ്റെ ദോഷമാണെന്ന് ഞാൻ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പക്ഷേ രാഘവൻ അത് വിശ്വസിച്ചില്ല. രാഘവനെയും ശോഭയും തമ്മിൽ പിരിക്കാൻ വേണ്ടി ഓരോ ദിവസം ശോഭയെക്കുറിച്ച് ഞാൻ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് രാഘവനെ വിശ്വസിപ്പിച്ചു. രാഘവൻ പതിയെല്ലാം വിശ്വസിച്ചു. സന്ദീപിനെയും ഞാൻ രാഘവനിൽ നിന്ന് അകറ്റി. ഞാൻ ആഗ്രഹിച്ച പോലെ അവർ നിയമപരമായിട്ട് പിരിഞ്ഞു. ഇവിടുത്തെ സ്വത്തുക്കൾ എനിക്ക് മാത്രം കിട്ടാൻ വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞ് 2ാം ദിവസം രാത്രിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രാജേട്ടനെ രാഘവൻ കണ്ടു. അതും പറഞ്ഞ് എന്നോട് വഴക്കിയിട്ടു. ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ടും രാഘവൻ എല്ലാവരെയും അറിയിക്കുമെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ, ഹലോ രാഘവ, ഞാൻ രാജസേനടാ. ദേവയാനി പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ പോവാ. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ഞാൻ എത്ര പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. കരഞ്ഞുകൊണ്ട് പറയുന്ന രാജസേനന്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് രാഘവൻ അവിടെ എത്തി. രാഘവൻ അവിടെ എത്തിയപ്പോൾ പുഴയിൽ ചാടിയ ദേവയാനെ രക്ഷിക്കാൻ ശ്രമിച്ച രാജസേനെ കണ്ടു. ഒരു നിമിഷം പോലും ചിന്തിക്കാതെയും അതവരുടെ ചതിയാണെന്ന് മനസ്സിലാക്കാതെയും രാഘവൻ പുഴയിലേക്ക് ചാടി. ആ സമയം രാജസേന ദേവയാനിയും അയാളെ പുഴയിൽ വെച്ച് തന്നെ മുക്കിക്കുന്നു. ശേഷം ആരും കണ്ടില്ലെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് നടന്നു. ശോഭയെ പിരിഞ്ഞതിന്റെ സങ്കടവും കുറ്റബോധം കൊണ്ടാവും രാഘവൻ അങ്ങനെ ചെയ്തെന്ന് എല്ലാവരും വിശ്വസിച്ചു. അല്ല, ഞങ്ങൾ വിശ്വസിപ്പിച്ചു. ദേവയാനി തന്റെ കവിളിൽ കിട്ടിയ ശക്തമായ അടിയിൽ പുറകിലേക്കൊന്ന് വേച്ചു പോയി.
കത്തുന്ന കണ്ണുകളുമായി തന്റെ മുമ്പിൽ നിൽക്കുന്ന ശോഭയെ നോക്കി അവൾ ഉമിനീരിറക്കി. നിനക്ക് എങ്ങനെ തോന്നിയടി ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ? അദ്ദേഹം ഞാൻ നിന്നെ ഒരു കൂടെപ്പിറപ്പിന് പോലെയല്ലേ സ്നേഹിച്ച്? സ്വത്തിന് വേണ്ടി, നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്റെ രാഘവേട്ടനെ കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടിയടി? അതും പറഞ്ഞ് ശോഭ പൊട്ടിക്കരഞ്ഞു. സന്ദീപ് അവന്റെ അമ്മയെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ദേവയായുടെ മുമ്പിൽ പോയി നിന്നു. നിങ്ങൾ എന്ത് കരുതി? സത്യങ്ങൾ എല്ലാ കാലവും മൂടി വെക്കാന്നോ? എത്ര കള്ളങ്ങൾ കൊണ്ട് മൂടി വെച്ചാലും സത്യം ഒരു നാളെ മറിഞ്ഞേക്ക് പുറത്തു വരും. നിങ്ങളെപ്പോലെ ഒരു വിഷവിത്തിനെ കൊന്ന് ജയിലിൽ പോയി കിടക്കാം എന്റെ അമ്മേനെ അനുവദിക്കാത്തതുകൊണ്ട് മാത്രം തൽക്കാലം നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങളുടെ മേലെ എനിക്ക് ചെറിയ സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാ ഞാൻ ഈ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നബീസുമയുടെ മകളുടെ മൈലാഞ്ചിയിൽ ചടങ്ങ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി ഒരാക്സിഡന്റിലൂടെ എന്നെ കൊല്ലാൻ ആളെ വിട്ടത്. അവിടെ നിങ്ങളൊരു മണ്ടത്തരം കാണിച്ചു. രാജസേനന്റെ സ്വന്തം വണ്ടി അതിന് ഉപയോഗിച്ചു. അന്ന് പോലീസുകാരത് വഴി വന്നില്ലായിരുന്നെങ്കിൽ എന്നെ കൊന്നിട്ട് അവർ പോകുമായിരുന്നുള്ളൂ. അപ്പം നമ്പർ പ്ലേറ്റ് തപ്പി ഞാൻ ഒരിക്കലും വരില്ലെന്ന് നിങ്ങൾ കരുതി കാണും. ദൈവം എനിക്ക് ആയുസ് നീട്ടി തന്നു. എൻ്റെ അച്ഛൻ്റെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടി. പോലീസുകാരുടെ നമ്പർ പ്ലേറ്റ് കണ്ടില്ലെന്ന് ഞാനും നവാസും കള്ളം പറഞ്ഞു. ഞങ്ങൾക്ക് പരാതിയില്ലെന്നും പറഞ്ഞു. അതോടെ അവിടെ ഡ്യൂട്ടി കഴിഞ്ഞു. സൈബറിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ബാമൻ്റെ കൂട്ടുകാരൻ വഴി ഞാൻ ആ നമ്പർ പ്ലേറ്റിൻ്റെ ഉടമയെ കണ്ടെത്തി. രാജസേനാണെന്ന് മനസ്സിലായപ്പോൾ അയാൾക്ക് എന്നെ ഇടിച്ചിടാൻ മാത്രം ശത്രു എന്താണെന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ സത്യം അറിയാനുള്ള അന്വേഷണത്തിലായിരുന്നു. അച്ഛൻ്റെ പ്രേതമുണ്ടെന്ന വാർത്ത നാട്ടിൽ പറഞ്ഞു വരുത്തിയത് അപ്പുവിൻ്റെ ഐഡിയ ആയിരുന്നു. അത് വിജയം കണ്ടു. ഞങ്ങൾ കൂടെ സഹായത്തിന് അപ്പുവിൻ്റെ അച്ഛൻ അരവിന്ദ മാഷും നിന്നു. അതിന് കൂടെ അച്ഛൻ്റെ വേഷം കൂടി ആയപ്പോൾ എല്ലാവരും ആ പ്രേതകഥ വിശ്വസിച്ചു. അങ്ങനെ രാജസേനന്റെ മുമ്പിലും അരവിന്ദ മാഷ അച്ഛൻ്റെ പ്രേതമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ അയാൾ സകല സത്യങ്ങളും വിളിച്ചു പറഞ്ഞു. സന്ദീപ് പറയുന്നെല്ലാം കേട്ട് നാട്ടുകാർ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. ആ ഞെട്ടൽ മാറിയപ്പോൾ എല്ലാവരും ദേവയാനിയുടെയും രാജസേനയും നേരെ തിരിഞ്ഞു. നാട്ടുകാരിൽ ഒരാൾ അലറിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് ഓടാൻ പോയ ദേവയാനിയും രാജസനെയും നാട്ടുകാർ വളഞ്ഞിട്ട് തല്ലി. അപ്പോഴേക്കും പോലീസുകാരവിടെ എത്തിയിരുന്നു. അങ്ങനെ തെറ്റ് ചെയ്തവർക്ക് നിയമപരമായിട്ട് ശിക്ഷ കിട്ടി. കുറച്ചു വർഷങ്ങൾ കടന്നുപോയി. അരവിന്ദ മാഷും മകൻ അപ്പുവും പൂജയുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചു. പൂജ എന്ന് പറഞ്ഞ പോലെ അവളുടെ വീട്ടുകാർക്കും അതൊരു പ്രശ്നമായിരുന്നില്ല. പൂജയുടെ അപ്പൻ ജോർജിന് രാജ്യം സംരക്ഷിക്കുന്ന പട്ടാളക്കാരൻ അശ്വന്ത് എന്ന അപ്പുവിന്റെ കയ്യിൽ തന്റെ മകൾ സുരക്ഷിതയായിരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. പൂജ ടീച്ചറെ, അപ്പൊ നന്ദുവും സന്ദീപിന്റെ ഒന്നായോ? അവരുടെ കല്യാണം കഴിഞ്ഞോ? അരവിന്ദ മാഷ് വാക്ക് പാലിച്ചു. ചന്ദ്രു തറവാട് ക്ഷേത്രത്തിൽ വെച്ച് അവരുടെ വിവാഹം നടന്നു. അപ്പുവിനെ പോലെ ഇന്ന് സന്ദീപ് രാജ്യം കാക്കുന്ന ഒരു പട്ടാളക്കാരനാണ്. പിന്നെ പഠിക്കാൻ പിടിക്കാൻ നമ്മുടെ നന്ദു ഒരു ഡോക്ടറാണ്. അപ്പൊ ടീച്ചറെ, നമ്മുടെ രച്ചു സിംഗിളാണോ? ആ ചോദ്യം കേട്ട് ക്ലാസ്സിൽ ചിരി വളർന്നു. പൂജ ആ ചോദ്യം ചോദിച്ചവനെ കൂർപ്പിച്ച് നോക്കി. അല്ല, രച്ചു ഇന്ന് രചന നവാസാണ്. നവാസ്? ഏത് നമ്മുടെ സന്ദീപിന്റെ അപ്പുവിന്റെ കൂട്ടുകാരനോ? പൂജ അതേ എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. കഥയിലെവിടെ അങ്ങനെ ഒരു പ്രണയം പറയുന്നത് കേട്ടിട്ടില്ലല്ലോ ടീച്ചറെ. അതെ, ഇപ്പൊ തന്നെ 2 പീരീഡ് കഴിഞ്ഞു. ആ കഥ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പറയാം. നിങ്ങൾ ഇനി പഠിക്കാൻ നോക്ക്. ആ ഹയർ സെക്കൻഡറി സ്കൂൾ വിട്ട് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോഴാണ് നമ്മുടെ പൂജ ടീച്ചർ കാറും ചാരിന്ന് അവളെ തന്നെ കണ്ണെടുക്കാൻ നോക്കി നിൽക്കുന്ന അപ്പുവിനെ കണ്ടത്. ആ നിമിഷം 2 പേരിൽ നിറഞ്ഞ ചിരിയായിരുന്നു. അവർ 2 പേരും കാറിലേക്ക് കയറി. പൂജ, അത്രമേൽ ആർദ്രമായ വിളി. 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ കല്യാണമാണെന്ന് വിശ്വസിക്കാനാവുന്നില്ലല്ലേ? എനിക്കും അതെ. ഞാൻ അപ്പുവിനൊരു കാര്യം ചോദിക്കട്ടെ? സേബുവിന് അപ്പുവിനോട് പ്രണയം ഉണ്ടായിരുന്നു? ഏയ്, ഒരിക്കലും ഇല്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവൾ എന്നോട് പറഞ്ഞേനെ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പുവിനോട് സമ്മതിക്കായിരുന്നു? ഇല്ല, അവളെനിക്ക് എൻ്റെ അനിയത്തി കുട്ടിയാണ്. നന്ദുവിനെയും രച്ചുവിനെയും പോലെ തന്നെ ഞാൻ അവളെയും കണ്ടിട്ടുള്ളൂ. അപ്പേട്ടാ, ഇനി ഞാൻ കുട്ടികൾക്ക് നമ്മുടെയും നന്ദുവിനെയും സന്ദീപിൻ്റെയും കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നീ എല്ലാം പറഞ്ഞു കൊടുത്ത കുട്ടികളെ വഴിതെറ്റിക്കോടി? ഏയ്, എല്ലാം പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. നമ്മുടെ റൊമാൻസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞെന്താണെന്നും ആരോടാണ് പറഞ്ഞതെന്ന് ഓർത്ത് പൂജ നാണിച്ച് കണ്ണുകൾ മുറുക്കി അടച്ചു. അപ്പോഴേക്കും തൊട്ടടുത്ത് അവൻ്റെ നിശ്വാസം അറിഞ്ഞ പോലെ അവൾ കണ്ണുകൾ പതിയെ തുറന്നു. കാർ ഒരു സൈഡിലായി ഒതുക്കി ചുണ്ടുകൾ അവളിലേക്ക് അടുപ്പിക്കുന്ന അപ്പുവിനെ കണ്ടപ്പോൾ അവൾ അവനെ പതിയെ തള്ളി മാറ്റി. 2 ദിവസം കൂടി ക്ഷമിക്കേണ്ട അപ്പുക്കുട്ട. ഒന്ന് മൂടായി വന്നായിരുന്നു. കുരിപ്പ് എല്ലാം കളഞ്ഞു. 2 ദിവസം കഴിഞ്ഞതുപോലെ കട്ടുന്നാൻ പറ്റില്ലല്ലോ. അയ്യേ, പട്ടാളക്കാരൻ്റെ മനസ്സിലിപ്പ് കൊള്ളാലോ. വേഗം നേരെ നോക്കി വണ്ടി ഓടിക്കാൻ നോക്ക്. അപ്പോൾ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിറങ്ങുന്ന നന്ദുവിനെ സന്ദീപ് വട്ടം പിടിച്ച് ബെഡിലേക്ക് ഇട്ടു. നന്ദു? ആ വിളിയുടെ അർത്ഥം മനസ്സിലായ പോലെ നന്ദു സന്ദീപിനെ കൂർപ്പിച്ച് നോക്കി. ഇത് എത്രാമത്തെ തവണയെന്ന് പോലെ ബോധമുണ്ടോ? ഇനിയിപ്പോൾ തൽക്കാലം എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കെട്ടി അധികം കൊഞ്ചാവേ എഴുന്നേറ്റ് റെഡിയാവാൻ നോക്ക്. അല്ലെങ്കിൽ നമ്മളെത്തുമ്പോഴേക്കും അപ്പയുടെയും പൂജയുടെയും താലിയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. നന്ദു, ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും നിന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. ഇന്ന് ശ്രീനിവാസൻ കളിക്കാൻ വേഗം റെഡിയാവാൻ നോക്കി സന്ദീപേട്ടാ. നന്ദുവിനെ പറച്ചിൽ അവൻ നിരാശയോടെ നിന്നു. ആ സമയം നന്ദു അവൻ്റെ അരികിലേക്ക് പോയി അവൻ്റെ ചുണ്ടുകൾ അമർത്തി. സന്ദീപിന്റെ മുഖം പ്രകാശിച്ചു. സന്ദീപിന്റെ അച്ഛൻ്റെ തറവാട്ടിലാണ് അവരിപ്പോൾ താമസിക്കുന്നത്. സന്ദീപിന്റെ അമ്മ ശോഭയുമുണ്ട് അവരുടെ കൂടെ. പിന്നെ രാഘവന്റെ അച്ഛനും. നല്ല ചികിത്സയും നല്ല പരിചരണവും കിട്ടിയുകൊണ്ട് ഇപ്പോൾ ചെറുതായിട്ട് എഴുന്നേറ്റിൽക്കാനും സംസാരിക്കാനൊക്കെ രാഘവന്റെ അച്ഛൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. മാധവൻ ആ വീട്ടിലേക്ക് പിന്നെ വന്നിട്ടേയില്ല. സന്ദീപും നന്ദനയും അച്ഛൻ്റെ അസ്ഥിത്തറയുടെ മുന്നിൽ നിന്ന് പതിവ് പോലെ പ്രാർത്ഥിച്ചിറങ്ങി.
ശോഭ അവരുടെ കൂടെ ഇറങ്ങി. അപ്പുവിന്റെയും പൂജയുടെയും താലിയിട്ട് ചന്ദ്രോ തറവാട് ക്ഷേത്രത്തിൽ വെച്ച് നടത്തി. ചന്ദ്രോ തറവാട്ടിൽ വൈകിട്ട് എല്ലാവർക്കുമായി റിസപ്ഷൻ പാർട്ടി നടത്തുന്നുണ്ട്. ചന്ദ്രോത്ത് നല്ല രീതിയിൽ പുതുക്കി പണിതിട്ടുണ്ട്. നാണി മുത്തശ്ശി ഒരു നല്ല ഓർമ്മ മാത്രമായി മാറിയിരുന്നു. മുത്തശ്ശി ഏതോ ലോകത്ത് നിന്ന് മക്കളുടെയും കൊച്ചുമക്കളുടെയും സന്തോഷത്തിൽ പങ്കുചേരുന്നുണ്ടാവും. രാവിലെ പൂജയുടെ വേഷം സാരി ആയതുകൊണ്ട് വൈകിട്ട് വൈറ്റ് ഗോണാണ് അവളുടെ വേഷം. ആ വൈറ്റ് ഗോണിൽ ഒരു കൊച്ചു മാലാഖയെ പോലെ അവൾ തിളങ്ങി. അപ്പുവിനെ ഇപ്പോൾ കാണുമ്പോൾ ഒരു അച്ചായൻ ലുക്കുണ്ട്. അരവിന്ദ മാഷും ചന്ദ്രനും ആളുകളെ സ്വീകരിക്കാൻ തിരക്കിലാണ്. നേവി ബ്ലൂ സാരിയിൽ നന്ദനയും തിളങ്ങുന്നുണ്ട്. ബ്ലൂ ഷെയ്ഡിൽ സന്ദീപും സുന്ദരനായിട്ടുണ്ട്. സന്ദീപും നന്ദനയും ഭക്ഷണം വിളമ്പും തിരക്കിലാണ്. ഇതാണ് ജാനുവച്ചിയോ? ചിഞ്ചു വന്നില്ലേ? ഇല്ല മോനെ, അവൾക്ക് നാളെ എക്സാം ആയതുകൊണ്ട് കുറെ പഠിക്കാനുണ്ടത്രേ. സന്ദീപിന്റെ ചോദ്യം കേട്ട നന്ദന അവനെ കൂർപ്പിച്ചു നോക്കി. എന്തു പറ്റി നന്ദു? സന്ദീപ് എന്തിനാ അവരുടെ മകളെ കുറിച്ച് ചോദിച്ച്? നീ എന്താ നന്ദു ഈ പറയുന്നു? ഞാനൊരു കുശലം ചോദിച്ചല്ലേ. അവരെയും മക്കളൊക്കെ നമ്മൾ ക്ഷണിച്ചല്ലേ, അപ്പൊ വരാത്തതിന്റെ കാരണം ചോദിക്കണ്ടേ? അവർക്ക് മോള് മാത്രമല്ല ഒരു മകനും കൂടിയുണ്ട്. അവനെ പറ്റി സന്ദീപേട്ടൻ ചോദിച്ചില്ലല്ലോ. അത് വെറുതെ വീണെടുത്ത് കിടന്ന് ഉള്ളണ്ട. അയ്യേ, ഞാനാ ടൈപ്പല്ലേ നന്ദു. സത്യം, നീയാണ് സത്യം. ചേച്ചി ഇവിടെ ചിക്കൻ പീസ്. കോപ്പ്, എനിക്ക് മാത്രം എന്താണോ ഇങ്ങനെ? ഇവിടെയും ചിക്കൻ. സന്ദീപിന്റെ വർത്താനം ആ എക്സ്പ്രഷനൊക്കെ കണ്ട് നന്ദു വാപ്പുതി ചിരിച്ചു. സരസ്വതിയും ലതയും നബീസമ്മയും അയൽക്കൂട്ടങ്ങളോട് സൊറ പറയുന്ന തിരക്കിലും ജോർജും ഭാര്യ ആനി അവരുടെ മക്കളും മരുമക്കളും എല്ലാം സന്തോഷത്തോടെ ആ പാർട്ടിയിൽ പങ്കെടുത്തു. സൈബുന്നീസയും ഭർത്താവ് മൻസൂർ അവരുടെ കുഞ്ഞിപ്പെണ്ണിനെ കളിപ്പിക്കുന്ന തിരക്കിലാണ്. രച്ചുവും നവാസും കുട്ടികളെ പോലെ ഒന്ന് രണ്ടും പറഞ്ഞ് തല്ലുകൂടുകയാണ്. അപ്പോഴാണ് ഫോട്ടോഗ്രാഫർ ഫാമിലി ഫോട്ടോ എടുക്കാൻ വിളിച്ച്. അരവിന്ദ മാഷും ഭാര്യ സരസ്വതിയും ചന്ദ്രനും ഭാര്യ ലതയും അപ്പവും പൂജയും പൂജയുടെ വീട്ടുകാരും സന്ദീപും നന്ദനയും സന്ദീപിന്റെ അമ്മ ശോഭയും രച്ചുവും നവാസും നവാസിന്റെ വീട്ടുകാരും എല്ലാവരും നിറഞ്ഞ പുഞ്ചിരിയാണ്. ആ പുഞ്ചിരിയോടെ തന്നെ അവർ ആ ഫോട്ടോക്ക് പോസ് ചെയ്തു. ഫോട്ടോഗ്രാഫർ മനോഹരമായ ചിത്രം ക്യാമറയിൽ പകർത്തി. ആ ചിത്രം പോലെ അവരുടെ ജീവിതം പുഞ്ചിരി നിറഞ്ഞതാവട്ടെ.